നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയാളെ കൊണ്ട് നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. ഇപ്പോഴെന്റെ ശ്വാസം ഒന്ന് നേരെ വീണ്. നമ്മളെ ഒരുമിച്ച് കണ്ട കാര്യം ഗിരിയേട്ടനോ മഞ്ജു അറിഞ്ഞാ വീട്ടിലാകെ പ്രശ്നമായേനെ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിനക്ക് ഒരു കുഴപ്പം വരാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? സഞ്ജുവേട്ടനാ എന്റെ ധൈര്യം. എന്നിട്ട് ഫ്രാൻസിസ് വന്നപ്പോ ഈ ധൈര്യമൊന്നും കണ്ടില്ലല്ലോ. ഓ, ആ ഫ്രാൻസിസ് വല്ലാത്തൊരു സമയത്താ വന്നതല്ലേ. നമ്മളെ പ്രേമിക്കുമ്പോൾ മാത്രം എന്താണാവോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സ്വർഗത്തിലെ കട്ടൂർമെന്ന് പറയുന്നല്ലേ കുറെ എണ്ണം വരും. ഗിരി, മഞ്ജു, ദേ ഇപ്പൊ ഫ്രാൻസിസ്. നീ പേടിക്കൊന്നും വേണ്ട. എത്ര പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ നിന്നെ കൈവിടില്ല. അത് പിന്നെ എനിക്കറിയില്ലേ. സഞ്ജുവേട്ടനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാ. സ്വപ്നേ, ദേ അമ്മ വിളിക്കുന്നു, ഞാൻ വെക്കുവാണേ. എന്താ സഞ്ജു, നീ നല്ല മൂഡിലാണല്ലോ. അപ്പോ എല്ലാം പ്ലാൻ പ്രകാരം നടന്നു അല്ലേ? ഇല്ല ചാച്ചു, അവസാന നിമിഷം ഫ്രാൻസിസ് കയറുമെന്ന് എല്ലാം കുളവാക്കി. നിനക്ക് ഓരോ തവണ ഓരോ ഒഴിവുകളുണ്ട്. നീ ശാലിനി പറയുന്ന പോലെ കഴിവ് കെട്ടവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നേ. ചാച്ചു, പിന്നല്ലാതെ 2 തവണയാ കൊച്ചിനെ നിന്റെ കൈ കിട്ടിയത്. എന്നിട്ട് നിനക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ആണാണെന്നും പറഞ്ഞ് നടക്കുന്നേ? എടാ, ചാച്ചു പറയുന്ന നീ ശ്രദ്ധിച്ചു കേക്ക്. നീ ഗോപാലേട്ടന്റെ ഒരേ ഒരു മകനാണെന്ന് കരുതി ഈ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ഏട്ടൻ നിനക്ക് തരുമെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. നിന്നേക്കാൾ കൂടുതൽ കഴിവ് ശാലിനിക്കാണെന്ന് കണ്ട രണ്ടാമതൊന്നും ആലോചിക്കാതെ ചേട്ടനെല്ലാം അവക്കങ്ങ് കൊടുക്കും. നിനക്ക് നിന്റെ കഴിവ് തെളിയിക്കണമെങ്കിൽ അതിനൊരവസരം ഒത്തുവരണം. ഗിരി നിന്റെ അച്ഛന്റെ നിഴലായി ഉള്ളിടത്തോളം കാലം നിനക്ക് ആ ഒരു അവസരം കിട്ടില്ല. ഗിരിയെ ഗോപാലേട്ടനിൽ നിന്നും അകറ്റണമെങ്കിൽ അവര് തമ്മിൽ അത്രയും വലിയൊരു വിഷയം ഉണ്ടാവണം.